നമുക്ക് കുറച്ച് സ്ട്രോബെറീസ് ഉണ്ടാക്കിയാലോ? ഇന്ന് ആരും എൻ്റെ വോയിസ് ശ്രദ്ധിക്കേണ്ട, എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഞാൻ പറയുമ്പോൾ ഇത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. സോ ഇതേപോലെ ഒരു കളർ പേപ്പർ എടുക്കാം. നിങ്ങൾക്ക് കളർ പേപ്പർ തന്നെ വേണമെന്ന് ഞാൻ പറയില്ല, ഏതെങ്കിലും ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ലാസ്റ്റ് എന്നിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതേപോലെ കാണുന്ന പോലെ മടക്കിയെടുക്കുക. എൻ്റെ കയ്യിൽ കുറച്ചധികം കളർ പേപ്പർ ഉണ്ട്, പക്ഷെ കറക്റ്റ് റെഡും ഗ്രീനും മാത്രം എൻ്റെ കയ്യിലില്ല. പിന്നെ ഞാൻ വൈകുന്നേരം പോയി വാങ്ങി, എനിക്ക് പെയിൻ്റൊന്നും അടിക്കാൻ വയ്യ, മെനക്കെടാൻ വയ്യ, അതാണ് സത്യം. അപ്പോൾ ഞാൻ പിന്നെ പോയി വാങ്ങിയിട്ടാണ് ഇത് ചെയ്തത്. ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം, അതായത് ക്യൂട്ടായിട്ടൊരു സ്ട്രോബെറിയും ആക്കാം. ഇനി നമ്മളിത് ചെയ്യണതിന് മുമ്പ് തന്നെ, അല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ്, ചെറിയ ചെറിയ ഗിഫ്റ്റോ, അതായത് മിഠായിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ടോയോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് പോലെ നമുക്കിത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങൾ മടക്കിയെടുക്കുക. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. ഭയങ്കര സിമ്പിളാണ്, അധികം വലിയ സമയമൊന്നും എടുക്കില്ല, കൂടിപ്പോയ ഒരു 2-3 മിനിറ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ അതേ നമ്മൾ സ്ട്രോബെറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്റ്റെപ്പിലാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ഇടാമെന്ന്. അതായത് ഇതേപോലെ രണ്ട് സൈഡും മടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ട്, കണ്ടില്ലേ? ആ ഉള്ളിലോട്ട് മടക്കണ ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഗിഫ്റ്റ് ഇടാം. അതായത് എന്തെങ്കിലും ചെറിയ ചോക്ലേറ്റോ കാര്യങ്ങളൊക്കെ മതി, വലിയ ഗിഫ്റ്റ് ഒന്നും ഇടണ്ട കേട്ടോ. പിന്നെ ഒരു ഗ്രീൻ പേപ്പർ എടുക്കുക, ഇതേപോലെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് രണ്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾക്കിത് മനസ്സിലായോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടെ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാം കേട്ടോ.